ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് റിവീലിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗെയിമൊക്കെ എന്തായാലും എൻഡ് ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ സ്ക്വാഡൊക്കെ ഒന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഗൈസ്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമേഷനും അതുപോലെ തന്നെ നമ്മുടെ മാനേജറും നമ്മുടെ പ്ലേയേഴ്സും എല്ലാം നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഗൈസ്. പിന്നെ നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ്ങും എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എൻ്റെ കയ്യിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ പ്ലേയേഴ്സ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 600 പ്ലേയേഴ്സ് ഉള്ളൂ. ഓക്കെ, പ്ലേയേഴ്സ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പൊസിഷൻ ഇടാം ഗൈസ്. സോർട്ട് ബൈ പൊസിഷൻ. ഓക്കെ, പൊസിഷൻ ഇട്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിയാഗോ ഫോർലാൻഡ് ഒരു കാർഡ് എൻ്റെ ഉണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാർഡാണ്. 1370 മാച്ചൊക്കെ ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്. 612 ഗോളും അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു എപ്പിക്ക് ഈ കാർഡായിരിക്കും. ഈ പാക്കിൽ 2 ഫ്രീ സ്പിൻ എന്തോ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എനിക്ക് ഫ്രീ സ്പിന്ന് കിട്ടിയില്ല. 100 രൂപയും കൊടുത്തപ്പോഴാണ് എനിക്ക് ഈ കാർഡ് കിട്ടിയത്. കുഴപ്പമില്ലാതെ കളിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഓക്കെയാണ് ഈ കാർഡ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എംബാപ്പയുടെ പ്ലെയർ ഓഫ് ദി കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഹാലൻഡിൻ്റെ കാർഡ് ഉണ്ട്. ഹാലൻഡിനെ ഞാനിപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് കളിപ്പിക്കലില്ല ഗൈസ്. കാരണം എനിക്ക് സെൻറ്റർ ഫോർവേഡൊക്കെ ഇപ്പോൾ സെറ്റാണ്. അതുകൊണ്ട് ഹാലൻഡിനെ ഞാൻ ഇറക്കലില്ല. കോയിൻ്റെ ഇവൻ്റെയൊക്കെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ഇറക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹാവേർട്സിൻ്റെ കാർഡ് നോക്കുവാണെങ്കിലും ഹാവേർട്സും കുഴപ്പമില്ലാതെ കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. ഹാവേർട്സിനെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോയിൻ ഇവൻ്റെയൊക്കെ വരുമ്പോഴാണ് കളിപ്പിക്കാറുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ ഡ്രോബെ ഉണ്ട്, നെയ്മർ ജൂനിയർ ഉണ്ട്, ഹാരി കെയ്നൊക്കെ ഉണ്ട്. പിന്നെ റൊണാൾഡോയുടെ കാർഡും ഞാൻ അങ്ങനെ കൂടുതൽ കളിപ്പിക്കാറില്ല. റൊണാൾഡോയുടെ ഇനി ഇതിലൊരു എപ്പിക് കാർഡൊക്കെ വരുവാണെങ്കിൽ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗീസ്. അവന്മാർ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രോബയുടെ കാർഡ് എനിക്കുണ്ട്. ഡ്രോബയുടെ 3 കാർഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഗീസ്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഡാർവിൻ നൂൺസ് ഉണ്ട്, ഒഷിമൻ, പിന്നെ വിക്ടർ ചങ്ങായനെ എനിക്ക് ഏതൊരു എപ്പിക് പാക്ക് ഇപ്പോൾ കിട്ടിയതാണ്. പിന്നെ ലെവൻഡോസിയുടെ ഫ്രീ കാർഡ് ഉണ്ട്. പിന്നെ കേസ് ഈ ഒരു അൽവാരസ് 3 ബിഗ് ടൈമിസിയുടെ പാക്ക് ഉണ്ടെന്നപ്പോൾ അതിനകത്ത് ഞാൻ 900 കോയിൻ കൊടുത്ത് കറക്കിയതാണ്. ബിഗ് ടൈം ഒന്നും അടിച്ചില്ല, പക്ഷേ എനിക്ക് ആ പാക്കിനകത്തുള്ള ടോപ്പ് ഹൈലൈറ്റ് കാർഡിനെ തന്നെ എനിക്ക് തന്നു. അൽവാരസിന് തന്നെ അവന്മാർ തന്നു ഗീസ്. പിന്നെ ടോറസിനെ ഞാൻ എടുത്തായിരുന്നു 500 കോയിൻ കൊടുത്ത്. 900 കോയിൻ വെച്ച് ഇറക്കുമ്പോൾ എനിക്ക് അങ്ങനെ എപ്പിക്ക് അടിക്കലില്ല ഗീസ്. ഹൈലൈറ്റിന് കിട്ടിയെന്നുള്ളൂ. പിന്നെ ഈ ഒരു ലെവൻഡോസ്ക്ക് എനിക്ക് ഈ വ്യാഴാഴ്ച എന്ന പ്ലെയർ ഓഫ് ദി ഗിന്ന് കിട്ടിയതാണ്. ഫ്രീ സ്പിന്ന് തന്നെ കിട്ടി. ഇനി എന്തായാലും കോയിനൊന്നും പൊടിക്കണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ഗെയിമൊക്കെ എന്തായാലും ആവാറായിട്ടുണ്ട്, എൻ്റെ ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോയിൻ സേവ് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ റോഡ്രിഗോയുടെ ഈ ഒരു കാർഡ് ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗീസ്. ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഈ കാർഡ്, ബൂസ്റ്റർ കാർഡാണ്. പിന്നെ റോഡ്രിഗോയുടെ വേറൊരു കാർഡും കൂടി എൻ്റെ കയ്യിലുണ്ട്, സെൻറ്റർ ഫോർവേഡ്. പക്ഷേ അത് ഗോൾ പോച്ചറാണ് ഗീസ്. എന്തായാലും സെറ്റ് കാർഡ് തന്നെയാണ്. ആ ഗോൾ പോച്ചർ കാർഡ് എനിക്ക് കുറച്ചും കൂടി സെറ്റായിട്ട് തോന്നി. പിന്നെ മെർമൂഷിൻ്റെ കാർഡുണ്ട്. അതുപോലെ തന്നെ ഇസാക്കിനെ കിട്ടിയായിരുന്നു ഡ്രോബയുടെ ബാക്കിനകത്തു നിന്ന്. ഇസാക്ക് എന്തോ എന്തെങ്കിലും 2 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അൽവാരസിൻ്റെ ഫ്രീ കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇംഗ്ലണ്ട് പാക്കിൽ നിന്ന് കിട്ടിയ സെൻറ്റർ ഫോർവേഡ് ഉണ്ട്. പിന്നെ തുറാം, പിന്നെ ഗബ്രിയൽ ജീസസ്, പിന്നെ അതുപോലെ തന്നെ ഡാർവിൻ നൂൺസിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഉണ്ട്. പിന്നെ റാഷ്ഫോർഡ്, അങ്ങനെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഇൻസൈഡ് കാർഡുണ്ട്. ഇൻസൈഡ് കാർഡൊക്കെ നമുക്ക് ഫ്രീ കിട്ടിയതാണ്. ഇൻസൈഡ് പക്ഷേ ഞാൻ കളിപ്പിക്കലില്ല ഗൈസ്. ഇൻസൈഡിനെ കളിപ്പിച്ചിട്ട് കുറച്ചായി. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വിക്ടർ അണ്ണൻ ഉണ്ട് ഗൈസ്. വിക്ടർ അണ്ണൻ്റെ 2 കാർഡുണ്ട്. പിന്നെ സുവാരസ്, ഗൊസോലോ റാമോസ് ഉണ്ട്. പിന്നെ റാഫേ സിൽവ, ലുക്കാക്കു, സേഫസ് അലി. ചങ്ങാനെ 2 മാച്ചാണ് കളിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ കളിപ്പിച്ച മാച്ച് കിടിലായിരുന്നു കേട്ടോ ഗൈസ്. ചങ്ങായി അത്യാവശ്യം ഗോളും കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. 1 ഗോളാണ് പക്ഷേ അടിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണത്. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ സെൻറ്റർ ഫോർവേഡ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ലെവൻഡോസിയുടെ കാർഡൊക്കെ ഫ്രീ ആണ്. ഇത് കണ്ടില്ല ഗൈസ്, 2 ഡ്രോബ. ആദ്യം നമ്മളൊരു ഡ്രോബേനെ കണ്ടു. 3 ഡ്രോബ എൻ്റെ കയ്യിലുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും കിട്ടാത്തവരുണ്ട് ഗൈസ് ഡ്രോബ. അവർക്കൊന്നും കൊടുക്കില്ല. കിട്ടിയവർക്ക് തന്നെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും അവന്മാർ. അതാണ് അവന്മാരുടെ പരിപാടി. ഞാൻ ഡ്രോബേനെ യൂസ് ചെയ്യലൊന്നുമില്ല ഗൈസ്. എനിക്കങ്ങ് സെറ്റ് ആയിട്ടില്ല ചങ്ങായി. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ സെൻറ്റർ ഫോർവേഡ് കളക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ SS നോക്കുവാണെങ്കിൽ SS നമ്മുടെ ഗ്രീസ്മാൻ ഉണ്ട്. 1800 1800 500 എന്നറിയില്ല.
കൊടുത്ത് നമ്മളെടുത്തൊരു കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ് ഗെയ്സ്. ഹോൾ പ്ലെയറാണ്. എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. കിടിലായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നല്ല സ്മൂത്താണ് ഗെയ്സ്. ഇവനെ കൊണ്ട് കളിപ്പിക്കാൻ ഭയങ്കര സീനാണ്. അതുകൊണ്ട് നമുക്കിഷ്ടമാണ്. ഗ്രീസ്മാൻ്റെ ആ കാർഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഗെയ്സ്. പിന്നെ മറഡോണയുടെ കാർഡുണ്ട്. മറഡോണനെ ഞാനിങ്ങനെ കോയിൻ്റെ ഇവൻ്റെയൊക്കെ വരുമ്പോഴാണ് ഇടയ്ക്ക് കളിപ്പിക്കാറുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ നെയ്മറിൻ്റെ ഒരു ഫ്രീ കാർഡ് ഉണ്ട്. പിന്നെ ബെബറ്റോനെ ഷോപ്പിൽ നിന്ന് എടുത്താണ്. പിന്നെ ഫോഡൻ്റെ കാർഡ് ഇംഗ്ലണ്ട് പാക്കിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ലുഡോവിക് ചങ്ങായിനെ എനിക്ക് മറ്റേ എപ്പിക് പാക്കിൽ നിന്ന് കിട്ടിയതാണ്. കിട്ടിയപ്പോൾ വലിയ അത്ഭുതവും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല ഗൈസ്. കാരണം ആ പാക്കിനകത്തൊരു നെഗറ്റീവായിട്ട് കിടന്നൊരു പ്ലെയർ ആയിരുന്നു ചങ്ങായി. പക്ഷേ കളിപ്പിച്ചപ്പോൾ ഒന്നും പറയാത്ത അവസ്ഥയാണ് ഗൈസ്. കാരണം അമ്മാതിരി കളിയാണ് കളിക്കുന്നത്. കിടിലായിട്ട് എനിക്ക് സെറ്റായിട്ടുണ്ട് ചങ്ങായി. കുഴപ്പമൊന്നുമില്ല ഗൈസ്. പറഞ്ഞ അത്രയും ബോറൊന്നും അല്ല. കുഴപ്പമില്ലാതെ കളിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. വലിയ വിഷയമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ മെസ്സിയുടെ ഒരു ഷോർട്ട് ടൈം കാർഡ് ഫ്രീ ആയിട്ട് നമുക്ക് തന്നായിരുന്നു. പിന്നെ മുഹമ്മദ് സലയുടെ ഒരു കാർഡ് ഉണ്ട്. പൊളിഫിക് വിങ്ങറാണ്. സലയുടെ എന്തോ 3 or 4 കാർഡ് എൻ്റെ ഉണ്ട് ഗൈസ്. ഒരു കാർഡ് ഇതാണ്, പൊളിഫിക് വിങ്ങറാണ്. പിന്നെ സാക്കയുടെ കാർഡ് നോമിനേറ്റം വെച്ചെടുത്താണ്. സനയുണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ കുറച്ച് റൈറ്റ് വിങ് കാർഡ്സൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ റൈറ്റ് വിങ്ങിൻ്റെ കളക്ഷൻസ്. പിന്നെ ലെഫ്റ്റ് വിങ് നോക്കുവാണെങ്കിൽ ബിഗ് ടൈം പാക്കിന് കിട്ടിയ റൊണാൾഡീനോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. റൊണാൾഡീനോ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും കളിപ്പിക്കുന്നുണ്ട് ഗീസ്. കുഴപ്പമില്ലാതെ കളിക്കുന്നുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു പ്ലെയറാണ് ചിയേസനെ എനിക്ക് 400 കോയിന് കിട്ടിയതാണ് ഗീസ്. ഇവർ ബ്ലിസ്കേറിൻ്റെ പാക്ക് റിപ്പീറ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ചിയേസയും കുഴപ്പമില്ലാതെ എനിക്ക് ബ്ലിസ്സൊക്കെ ഇട്ട് തരുന്നുണ്ട്. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഗീസ്. അതാണ് ചിയേസയുടെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. എനിക്ക് ആകെ കിട്ടിയൊരു ബ്ലിസ്കേളറാണ്. പിന്നെ വിനീഷ്യസിൻ്റെ കാർഡുണ്ട്. ഇത് ഷോപ്പിനകത്ത് നിന്ന് എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. വിനീഷ്യസിൻ്റെ ഈ കാർഡ് ഷോപ്പിനകത്ത് നിന്ന് എടുത്തതാണെന്ന് തോന്നുന്നു. പിന്നെ വിനീഷ്യസിൻ്റെ അടുത്തൊരു കാർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് പ്ലെയർ ഓഫ് ദി ഞാൻ കറക്കി എടുത്തതാണ്. പിന്നെ ഗൈസ് ഡിയാഗോ ജോട്ട, ഈ കാർഡ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലാണ് ഗൈസ്. ഞാൻ കുറച്ച് മാച്ചാണ് ഞാൻ കളിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് ആ കളിപ്പിച്ച മാച്ച് എന്തായാലും കിടിലായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹാട്രിക്ക് വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ ചിയേസയുടെ വേറൊരു കാർഡും കൂടി എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ലിവർപൂളിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ലെഫ്റ്റ് വിങ്ങിൻ്റെ കളക്ഷൻസ് എന്ന് പറയാനായിട്ട്. ഫ്രീ ആയിട്ട് ഇനീസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റാഫീനി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാർഡ്സൊക്കെയാണ്. വലിയ പറയത്തക്ക വലിയ കിടിലം പ്ലേസൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. പിന്നെ AMF നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് പാക്കിൽ നിന്ന് ഞാൻ എടുത്ത പാക്കിനകത്തുള്ള ബെല്ലിംഗാം ഉണ്ട്. 91 ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രാഗൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ഡ്രിബ്ലിങ് കാര്യങ്ങളാണ്. ഈ ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്താണ് ചങ്ങായി കയറി പോകുന്നത്. കിടിലാണ്, കളിപ്പിക്കാൻ സുഖമാണ്. എനിക്ക് വലിയ വിഷയമായിട്ട് തോന്നിയില്ല. പിന്നെ ഡിബ്രൂയിൻ്റെ കാർഡുണ്ട്. ഈ ഡിബ്രൂയിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കോയിൻ ഇവൻ്റ് ഒക്കെ വരുമ്പോഴാണ് ഞാൻ കളിപ്പിക്കാറുള്ളൂ ഡിബ്രൂയിൻ്റെ കാർഡൊക്കെ ഫ്രീ കിട്ടിയ കാർഡാണ്. പിന്നെ റിവാൾഡോ നോക്കുകയാണെങ്കിൽ ബാർസലോണയുടെ എന്തോ ആനിവേഴ്സറി ആണെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം നമുക്ക് 2 ഫ്രീ സ്പിന്ന് എന്തോ തന്നായിരുന്നു. അതിനകത്തുനിന്ന് കിട്ടിയൊരു എപ്പിക്കാണിത്. ഫസ്റ്റത്തെ ഫ്രീ സ്പിന്നിൽ തന്നെ കിട്ടിയ എപ്പിക്കാണ് റിവാൾഡോയും കുഴപ്പമില്ലാതെ കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നോമിനേഷൻ വെച്ചെടുത്ത വേറൊരു പ്ലെയറാണ് നമ്മുടെ സ്നൈഡറും എനിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു സിക്കോ, ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയത് ബ്രസീൽ റീജിയൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ബ്രസീൽ റീജിയൻ വെച്ച ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തൊരു കാർഡാണ് ഈ സിക്കോയുടെ കാർഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്തായാലും ഇന്ത്യ ആക്കിയിട്ടുണ്ടായി. ആ ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ എന്തായാലും ഇന്ത്യ ആക്കിയിട്ടുണ്ടായി. അപ്പം അങ്ങനെ കിട്ടിയൊരു സിക്കോയാണത്. പിന്നെ കോൾ പാൽമറിൻ്റെ കാർഡുണ്ട്. ഡാനുവൽമ ഉണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ റിബറി. പിന്നെ പിന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാർഡൊക്കെ ഉണ്ട്. കോൾ പാമറിൻ്റെ തന്നെ ഒരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ കാർഡ് ഇപ്പോൾ കണ്ട്. 3ാമത്തെ കാർഡ് അവിടെ കിടക്കുന്നു. 4ാമത്തെ കാർഡ് താഴെ കിടക്കുന്നു. കോൾ പാൽമറിൻ്റെ തന്നെ 4 കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണ് കേസ് എൻ്റെ AMFൻ്റെ കളക്ഷൻ പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ റൈറ്റ് മിഡാണ് RMF ഡേവിഡ് ബെക്കാനെ എനിക്ക് ബിഗ് ടൈം ബാക്കിൽ അടിച്ചായിരുന്നു. പിന്നെ യമാലുണ്ട്. പിന്നെ സലയുടെ അടുത്തൊരു കാർഡ്, ഈ കാർഡാണെന്ന് തോന്നുന്നു ഹോൾ പ്ലെയർ. ഈ കാർഡ് ഹോൾ പ്ലെയറാണ്. സലയുടെ ഇപ്പോൾ 2 കാർഡ് നമ്മൾ കണ്ടു. പിന്നെ ഇവൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. അത്യാവശ്യം ഡ്രിബിൾ ചെയ്ത് കളിക്കുന്നുണ്ട്. പിന്നെ ക്രോസിങ്ങിന് ഭയങ്കര സെറ്റാണ്. ഗോളൊന്നും അടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സെറ്റാണ്. പിന്നെ ഒലീസയുണ്ട്. ബെർണാണ്ടോ സിൽവ. പിന്നെ കൗഡ്രാഡോ.
ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ RMFിലെ കളക്ഷൻസ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് മിഡിൽ നോക്കുകയാണെങ്കിൽ LMFിൽ നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടിയ സെർജിനോനെ ഞാൻ കളിപ്പിക്കൽ കുറവാണ്. പിന്നെ റാഫേലിയോ, ഫെറാൻ ടോറസ്, അങ്ങനത്തെ കുറച്ച് പ്ലേസൊക്കെയാണ് എനിക്ക് ലെഫ്റ്റ് മിഡിലുള്ളത്. പിന്നെ CMFിലേക്ക് വരുമ്പോൾ സ്കോൾസ്. ഈ ഒരു സ്കോൾസിന് എനിക്ക് ഫ്രീ സ്പിന്ന് കിട്ടിയതാണ്. 50 പ്ലേസിൻ്റെ ബാക്കിൽ എന്തോ കൊണ്ടുവന്നതാണ്. ഫ്രീ സ്പിന്നിൽ തന്നെ എനിക്ക് അവന്മാർ സാധനം തന്നു. അത് ഭയങ്കര സംഭവമായി പോയി ഗൈസ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് സ്കോൾസിന് അതിനകത്ത് നിന്ന് കിട്ടുമെന്ന്. എന്തായാലും സ്കോൾസ് ഹോൾ പ്ലെയർ കാർഡാണിത്. കിടിലൻ കളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. 72 ഗോളാണ് എനിക്ക് അടുപ്പിക്കാൻ പറ്റിയിട്ടുള്ളെങ്കിലും അസിസ്റ്റൊക്കെ 51 അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കിടിലൻ കളിയാണ്, ഹോൾ പ്ലെയറാണ്. പിന്നെ ഷോപ്പിനകത്തുനിന്ന് ഈ പ്രാവശ്യം എടുത്ത കമവിങ്കി ഉണ്ട്, പിന്നെ പെഡ്രി, മോൺട്രിച്ച്, പിന്നെ ഡെയിലി ഗെയിമിന് കിട്ടിയ ബെക്കാം, വിറ്റീനിയ, അങ്ങനത്തെ കുറച്ച് പ്ലേസൊക്കെയാണ്. പിന്നെ വിൽഷെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോണി ക്രൂസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പ്ലേസൊക്കെ എൻ്റെ ഉള്ളൂ. ഇതാണ് അപ്പം എൻ്റെ CMF കളക്ഷൻ എന്ന് പറയുന്നത്. CMFിലും അങ്ങനെ വലിയ എടുത്തു വരാനുള്ള പ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത അല്ലറ ചില്ലറ പ്ലേസൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ DMF നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രാൻസ് ബെക്കൻബൗർ എനിക്ക് ബ്ലാക്ക് ആനിമേഷൻ അടിച്ച് കിട്ടിയതാണ്. ഗെയിം എൻ്റെ ആവാറായതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, അവന്മാർ എനിക്ക് എന്ത് ഗിഫ്റ്റ് പോലെ തന്നതാണ് ആ ബ്ലാക്ക് ആനിമേഷൻ. എൻ്റെ അക്കൗണ്ടിലെ ഫസ്റ്റ് ബ്ലാക്ക് ആനിമേഷൻ ആയിരുന്നത്. അപ്പോൾ ചെങ്ങനെ ഞാൻ പക്ഷേ DMF അല്ല, ഞാൻ സെൻറ്റർ ബാക്കാണ് കളിപ്പിക്കൽ. പിന്നെ മത്യൂസ് ഉണ്ട് എൻ്റെ കയ്യിൽ. മത്യൂസ് ബോക്സ് ടു ബോക്സ് ആണ്. മത്യൂസിനെ ഞാൻ കളിപ്പിക്കലുണ്ട് ഗൈസ്. പിന്നെ കാൻഡയുടെ ഒരു കാർഡ് ഫ്രീ കാർഡാണ്. പിന്നെ റൈസ്, പിന്നെ റോഡ്രി ആങ്കർമാൻ, റോഡ്രിയുടെ പ്ലെയർ ഓഫ് ദി വീക്കും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ടൊണാലി, കിമ്മിച്ച്, അങ്ങനത്തെ കുറച്ച് DMF കാർഡ്സൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ഫ്രീ കിട്ടിയ കാർഡ്സൊക്കെയാണ് ഈ DMFിൽ. പിന്നെ റൈറ്റ് ബാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ മെസ്സിമോ ഒഡോയുണ്ട്. ചങ്ങായി എഡ്ജർ ക്രോസിംഗ് ആണ് ഗൈസ്, കിഡിലായിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കും. എന്തായാലും ഞാൻ ചങ്ങനെ യൂസ് ചെയ്യലുണ്ട് റൈറ്റ് ബാക്കിൽ, കിഡിലായിട്ട് ക്രോസും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു പ്ലെയറാണ്. പിന്നെ ക്യൂണ്ടയുടെ ഒരു കാർഡുണ്ട്, അർണോൾഡ്, അങ്ങനത്തെ കുറച്ച് റൈറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ മാൽഡീനി ഉണ്ട് ഗൈസ്. പക്ഷേ ഈ മാൽഡീനിനെ ഞാൻ സെൻറ്റർ ബാക്കായിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്തേക്കുന്നതും സെൻറ്റർ ബാക്കിലിട്ടാണ് ഞാൻ കളിപ്പിക്കുന്നതും. സെൻറ്റർ ബാക്ക് എനിക്ക് ഓക്കെയാണ് ഗൈസ്, ഈ മാൽഡീനി കുഴപ്പമൊന്നുമില്ല. പിന്നെ കോസ്റ്റക്കോട്ടേനെ ഞാൻ എൻ്റെ ലെഫ്റ്റ് ബാക്കിനെ മാറ്റിയിട്ടില്ല. 2012 മാച്ച് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്, 14 ഗോൾ വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ റോബർട്ടോ കാർലോസിന് ആ ഒരു പാക്ക് കൊണ്ടുവന്നപ്പോൾ ഫ്രീ സ്പിന്നി കിട്ടിയതാണ്. റോബർട്ടോ കാർലോസ് കഫൊക്കെ ഉണ്ടായിരുന്ന ഒരു പാക്കായിരുന്നു, അതിനകത്ത് ഫ്രീ സ്പിന്നി കിട്ടിയതാണ്. കാർലോസിനെ ഞാൻ കളിപ്പിക്കലില്ല. പിന്നെ ന്യൂണോ മെൻഡസ് ഉണ്ട്. പിന്നെ അൽഫോൺസോ ഡേവിസ് ഉണ്ട്. ഡിമാർക്കോയുടെ ഈ കാർഡൊക്കെ ഫ്രീ കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് ലെഫ്റ്റ് ബാക്ക് കാർഡ്സൊക്കെയാണ് എൻ്റെ ഉള്ളൂ. പിന്നെ സെൻറ്റർ ബാക്ക് നോക്കുമ്പോൾ സെൻറ്റർ ബാക്കിൽ ഞാൻ എന്തായാലും കെന്നവാരോനാണ് ഗീസ് എടുത്തത്. കെന്നവാർക്ക് ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ, പക്ഷേ കുഴപ്പമില്ല ഗീസ്, അത്യാവശ്യം ചങ്ങായി ഹെഡ് ചെയ്തൊക്കെ കളയുന്നുണ്ട്. വലിയ സീനായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്കെന്തായാലും സെറ്റാണ് കെന്നവാരോ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിന്ന് എടുത്ത പ്ലെയറൊക്കെ ആരാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയ ബെക്കൻബോർ, ടോണി ആദംസ്, പിന്നെ ഗബ്രിയേൽ, പിന്നെ ബാസ്റ്റോണി, റൂബിൻ ഡിയാസ്, വാൻ ഡേക്ക്, അങ്ങനത്തെ കുറച്ച് സെൻറ്റർ ബാക്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ലെജൻഡ് ഉണ്ട് ഇതിനകത്ത്, പെപ്പെ, പോർച്ചുഗൽ താരം പെപ്പെ സെൻറ്റർ ബാക്ക്. ഇവരൊക്കെയാണ് ഈ എൻ്റെ സെൻറ്റർ ബാക്കിലെ കളക്ഷൻസ് എന്ന് പറയാനായിട്ടുള്ളത്. കൂടുതലും പ്ലെയർ ഓഫ് ദി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബെക്കൻബൗറിൻ്റെ അടുത്തൊരു കാർഡ് ഇവിടെ ഉണ്ട്, ഇത് ഞാൻ ട്രെയിൻ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാർഡ്സിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഗോൾ കീപ്പറായിട്ട് എനിക്ക് ബ്ലാക്ക് ആനിമേഷൻ അടിച്ച് കിട്ടിയ ഗോൾ കീപ്പർ ബഫൂൺ കുഴപ്പമില്ലാട്ട് കേസ് സ്കിഡിലായിട്ട് കളിക്കുന്നുണ്ട്. കുറേ ഷോട്ടുകളൊക്കെ ചങ്ങായി സേവ് ചെയ്യുന്നുണ്ട്, ഈ സ്കിഡിലും സേവൊക്കെയാണ് നടത്തുന്നത്. പിന്നെ 1-2 ഗോൾ കയറുന്നത് സ്വാഭാവികമാണ്, അതിപ്പോൾ ഏത് ഗോൾ കീപ്പറിനിട്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേസ്. പിന്നെ ഈ ടെർസ്റ്റിഗൻ എനിക്ക് MSN പാക്കിൽ നിന്ന് കിട്ടിയ ടെർസ്റ്റിഗനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 900 കോയിൻ എനിക്ക് ഭാഗ്യമില്ല കേസ്. 900 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ആ പാക്കിനകത്തെ ടോപ്പ് ഹൈലൈറ്റ് കാർഡിനാണ് അവൻ എനിക്ക് തരുന്നത്. പിന്നെ ഡിയാഗോ കോസ്റ്റ, പിന്നെ എഡ്രസൻ, പിന്നെ വിക്ടർ ബിയനെ അറിഞ്ഞ് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചെങ്ങായിക്ക് ഹൈറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ബഫൂണിൻ്റെ ബാക്കിൽ സ്പിൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗോൾ കീപ്പറിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ.
നമുക്കെന്തായാലും ഓവറോൾ റേറ്റിംഗ് ഇട്ടിട്ടൊന്ന് നോക്കാം ഗൈസ്. ഓവറോൾ റേറ്റിംഗ് ഇടുമ്പോൾ കുറച്ചും കൂടി കളറാണ്, അതുകൊണ്ട് മാത്രം നമ്മൾ ഇടുന്നെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ കാർഡിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ്സൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ പിന്നെ റിച്ച് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ പാക്കും വൈപ്പ് ഔട്ട് ആക്കാനൊന്നും പറ്റില്ല. കൊനാമി തരുന്നത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ സോർട്ട് ബൈ ഓവറോൾ റേറ്റിംഗ്. അപ്പോൾ അത് താഴെ നിന്നാണ് ഈ തുടങ്ങിയേക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കയറാം. അപ്പോൾ കളറായിട്ടുണ്ട് ബഫോൺ, ബെക്കൻബൗർ, മത്യൂസ്, കെന്നവാരോ, ഗ്രീസ്മാൻ, ഡ്രാഗൻ, റൊണാൾഡീഞ്ഞോ, എന്തായാലും കുറച്ച് പിക്കൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ കാർഡിൻ്റെ കളക്ഷൻസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ എത്ര പിക്സ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തതായിട്ട് നമ്മുടെ ഫോർമേഷനാണ് ഗൈസ്, നമ്മുടെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ 4-2-2 ഫോർമേഷനാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്നൊരു ഫോർമേഷനാണ്. മിക്ക ഡിവിഷൻ 1 കയറിയവരും ഈ ഒരു ഫോർമേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. ഞാനും ഈ ഫോർമേഷൻ തന്നെയാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിവിഷൻ 1 നമുക്ക് ഇതുവരെയായിട്ടും കയറാൻ പറ്റിയിട്ടൊന്നുമില്ല. അത് നമ്മുടെ കളി അനുസരിച്ചിരിക്കും ഗൈസ്. പിന്നെ കുറേ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗോൾ കീപ്പറായിട്ട് എന്തായാലും ചൂസ് ചെയ്യുന്നത് വേറെ ആരെയല്ല ഗൈസ്, നമ്മുടെ ബഫണിനെയാണ്. അപ്പോൾ ബഫൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ലാതെ കുറേ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ 1-2 ഗോൾ കയറും, അത് സ്വാഭാവികമാണ് ഗൈസ്. അതിപ്പോൾ ഏത് ഗോൾ കീപ്പറിന് ഇട്ടാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ മാനേജറിനെ ചൂസ് ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ റൈക്കാർഡും ഉണ്ട്, അതുപോലെ തന്നെ ദശാംശം ഉണ്ട്. ദശാംശിനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ റൈക്കാർഡിന് ഇടാറുണ്ട്. ദശാംശ് കുഴപ്പമില്ലാതെ പെർഫോമൻസ് ചെയ്യുന്നൊരു മാനേജറാണ് ഗൈസ്. എനിക്ക് വലിയ സീനായിട്ട് തോന്നിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്കും കാര്യങ്ങളാണ്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ഞാൻ എന്തായാലും ചൂസ് ചെയ്യുന്നത് നോക്കാം ഗൈസ്. ലെഫ്റ്റ് ബാക്കിൽ ഞാൻ കോസ്റ്റക്കോട്ടനെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ഞാൻ ചെങ്ങായിനെ മാറ്റിയിട്ടേ ഇല്ല. കോസ്റ്റക്കോട്ടൻ എനിക്ക് അത്യാവശ്യം കിടിലായിട്ട് പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ബാക്കിൽ കോസ്റ്റക്കോട്ടനെ തന്നെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് ഞാൻ നോക്കുവാണെങ്കിൽ റൈറ്റ് ബാക്കിൽ ഞാൻ എന്തായാലും മെസ്സിമോ ഒഡേനാണ് ഗൈസ് ഇടുന്നത്. അപ്പോൾ ചെങ്ങായിക്ക് എഡ്ജഡ് ക്രോസ് എന്ന് പറഞ്ഞ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും കിഡിലായിട്ട് ക്രോസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു കഴിവുള്ളൊരു പ്ലെയറാണ്. എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല, സെറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ സെൻറ്റർ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ കന്നവാരോനാണ് ഞാൻ ഡിസ്റ്റോയർ കാർഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. ടോണി ആദംസിനായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്, പക്ഷേ ഞാൻ ടോണി ആദംസ് കുറച്ച് ദിവസമായിട്ട് നമുക്ക് പണി തരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കന്നവാരനെ എടുത്തത്. കന്നവാരോ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. കുഴപ്പമില്ലാതെ ക്ലിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൊരു പ്ലെയറാണ്. പിന്നെ നമ്മുടെ അടുത്തൊരു സെൻറ്റർ ബാക്ക് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DMFൽ നമുക്ക് കിട്ടിയ പ്ലെയറാണ് ഗൈസ്. ഓർക്കസ്ട്രേറ്റർ ഫ്രാൻസ് ബെക്കൻബൗറിനാണ് ഞാൻ സെൻറ്റർ ബാക്കിൽ ചൂസ് ചെയ്യുന്നത്. ഞാൻ സെൻറ്റർ ബാക്കിലാണ് ഗൈസ് ഞാൻ ചൂസ് ചെയ്യുള്ളൂ, കാരണം എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. ഓർക്കസ്ട്രേറ്റർ ആണെന്നുള്ള വലിയ സീനൊന്നും തോന്നിയില്ല എനിക്ക്. ചങ്ങായി സെൻറ്റർ ബാക്കിൽ നിന്ന് കയറി വരുന്നൊന്നുമില്ല, അവിടെ തന്നെ നിന്ന് അത്യാവശ്യം കളിച്ചോളും. പിന്നെ നമ്മുടെ DMF ആണ് ഗൈസ്. DMFലേക്ക് ഞാൻ വരുവാണെങ്കിൽ DMFൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലെയർ ഒരാൾ ബോക്സ് ടു ബോക്സ് ആയ ലോത്തർ മത്യൂസാണ് ഗൈസ്. മത്യൂസിനെ ഞാൻ റുമ്മിയുടെ ബാക്കിൽ നിന്ന് ഇറക്കിയെടുത്തതാണ്. റുമ്മിക്ക് വേണ്ടി ഇറക്കിയതായിരുന്നു, പക്ഷേ മത്യൂസിനാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, മത്യൂസും കുഴപ്പമില്ലാതെ കളിക്കുന്നൊരു പ്ലെയറാണ്. ഡിഫൻസും കിട്ടുന്നുണ്ട്. ചെങ്ങായി ഇടയ്ക്ക് കയറി ചെന്ന് ഗോളൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അടുത്തൊരു DMF ആങ്കർമാൻ റോഡ്രിയാണ്. റോഡ്രീനെ ഞാൻ DMFനെ മാറ്റിയിട്ടില്ല, കാരണം ആങ്കർമാൻ നമുക്ക് ആവശ്യമാണ് ഗൈസ്. ആങ്കർമാൻ വേണം നമുക്ക്. പിന്നെ നമ്മൾ അടുത്തൊരു പൊസിഷൻ AMF തന്നെയാണ്. AMFലേക്ക് പോകുമ്പോൾ AMFൽ ഞാൻ എന്തായാലും ക്രിയേറ്റീവ് പ്ലേ മേക്കർ പ്ലസ് ഹോൾ പ്ലെയറിനാണ് ഗൈസ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ട് ഞാൻ എന്തായാലും ചൂസ് ചെയ്യുന്നത് ഡ്രാഗൻ സ്റ്റോയ്ക്കോവിക്കിനെയാണ് ഗൈസ്. ഈ ഒരു കാർഡ് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യണം ഗൈസ്. അമ്മാതിരി പെർഫോമൻസ് ചങ്ങായി തരുന്നുണ്ട്. കൂടുതലും ഡ്രിബിൾ ചെയ്യാനാണ് ചങ്ങായിക്ക് ഒരിത്. അപ്പോൾ ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കുകയാണെങ്കിൽ കിടിലായിട്ട് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഫോർമേഷൻ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത AMF ഹോൾ പ്ലെയർ ഗ്രീസ്മാനാണ്. ഞാനൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും അതുപോലെ തന്നെ ഒരു ഹോൾ പ്ലെയറിനാണ് ഗൈസ് AMFൽ ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ സ്റ്റോയ്ക്കോവിക്കും അതുപോലെ തന്നെ ഗ്രീസ്മാനാണ് ഈ ഞാൻ AMFൽ ഇട്ടേക്കുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ സെൻട്രൽ ഫോർവേഡാണ്. സെൻട്രൽ ഫോർവേഡിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഫോർവേഡിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരാൾ ബാറ്റിസ്റ്റൂട്ടയാണ് ഗൈസ്. ബാറ്റിസ്റ്റൂട്ട് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഓടോനെ കൊണ്ട് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ കിടിലായിട്ട് ഹെഡ് ചെയ്ത് ഗോൾ കയറ്റിക്കോളും. അപ്പോൾ ഒരാൾ ബാറ്റിസ്റ്റൂട്ടിയാണ്. അടുത്തൊരു സെൻട്രൽ ഫോർവേഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്തായാലും എംബാപ്പേനാണ് ഗൈസ്. എംബാപ്പ ചുമ്മാ ഒഴുകി നടക്കുന്നൊരു പ്ലെയറാണ്. എംബാപ്പ കുഴപ്പമില്ലാതെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എംബാപ്പ എനിക്ക് സെറ്റാണ്. അപ്പോൾ ഞാൻ എംബാപ്പേനാണ് ഈ അടുത്തൊരു സെൻട്രൽ ഫോർവേഡ് ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സബിലേക്ക് പോകുമ്പോൾ എംബാപ്പയ്ക്ക് പകരം ഞാൻ സബ് ഇറക്കുന്നത് ഓവനെയാണ് ഗൈസ്. ഓവനെ ഇറക്കും. പിന്നെ അതുപോലെ തന്നെ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പകരമായിട്ട് ഞാൻ ടോറസിനാണ് ഞാൻ സബിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോർലാനെ ഞാൻ രണ്ട് സൈഡും എംബാപ്പയ്ക്ക് പകരമായിട്ടും അതുപോലെ തന്നെ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പകരമായിട്ടും ഞാൻ ഇറക്കാറുണ്ട്. പിന്നെ ഞാൻ സെൻട്രൽ ഫോർവേഡ് യൂസ് ചെയ്യുന്ന വേറൊരു പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലുള്ള നമ്മുടെ ചിയേസി ആണ് ഗീസ്. ചിയേസിനെയാണ് ഞാൻ പിന്നെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ഫോർവേഡിലും കുഴപ്പമില്ലാതെ കളിക്കുന്നൊരു പ്ലെയറാണ് ചിയേസ. അപ്പോൾ ഇവർ 4 പേരാണ് ഗീസ് എൻ്റെ സെൻട്രൽ ഫോർവേഡിൽ കളിക്കുന്നത്. സബിൽ ഞാൻ ഇറക്കുന്ന പ്ലേയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ട് AMFൽ ഞാൻ റൊണാൾഡീനോയാണ് യൂസ് ചെയ്യുന്നത്. റൊണാൾഡീനയും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ലാതെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതൊരു ഹോൾ പ്ലെയർ കാർഡാണ്. AMFൽ ഞാൻ അടുത്തൊരു പ്ലെയർ ഞാൻ എന്തായാലും ഇറക്കുന്നത് സ്നൈഡറാണ്. സ്നൈഡറും ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. റൊണാൾഡീനോയ്ക്ക് ഇടയ്ക്ക് ഫോം കിട്ടാറില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ സ്നൈഡറിനെ കൂടി എടുത്തിട്ടേക്കണേ. പിന്നെ നമ്മുടെ ഹോൾ പ്ലെയറായിട്ട് ഞാൻ എന്തായാലും കളിപ്പിക്കുന്നത് സ്കോൾസിനെയാണ്. സ്കോൾസിനെ ഞാൻ AMF ഇട്ടാണ് കളിപ്പിക്കുന്നത്. ഹോൾ പ്ലെയർ കാർഡ് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തരുന്നൊരു കാർഡ് തന്നെയാണ്. എനിക്ക് ഓക്കെയാണ്. പിന്നെ നമ്മൾ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ബാക്കാണ്. ഈ സെൻറ്റർ ബാക്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു ഡിസ്ട്രോയർ കാർഡാണ് ഗീസ്. അപ്പോൾ ഞാൻ ബിൽഡപ്പായിട്ട് എന്തായാലും യൂസ് ആക്കുന്നത് നമ്മുടെ ബാസ്റ്റോണിനെയാണ്. ഷോർട്ട് ടൈം കാർഡാണ് ഗീസ്. ഫ്രീ ആയിട്ട് കിട്ടിയ ഷോർട്ട് ടൈം കാർഡാണ്. ബാസ്റ്റോണിനെയാണ് ഞാൻ അടുത്തൊരു സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ബിൽഡപ്പ് കാർഡാണ്. പിന്നെ നമ്മുടെ അടുത്തൊരു DMF ആണ് ഗീസ്. DMFും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കും. DMFൽ നോക്കുവാണെങ്കിൽ DMFൽ എനിക്കൊരു ആങ്കർമാനെ വേണം. എൻ്റെ കയ്യിലിപ്പോൾ ആങ്കർമാനായിട്ട് നമ്മുടെ ചൗമിനി ഉണ്ട്. ചൗമിനിനെ ഞാൻ യൂസ് ആക്കലുണ്ട്. റോഡ്രിക്ക് പകരം ഗൈസ്. റോഡ്രിക്ക് പകരമായിട്ട് ഞാൻ ചൗമിനിനെയാണ് യൂസ് ചെയ്ക്കുന്നത്. പിന്നെ നമ്മുടെ മത്യൂസിന് പകരമായിട്ട് ഞാൻ എന്തായാലും ക്യാൻറ്റേനാണ് ഇറക്കുന്നത്. ക്യാൻറ്റേ ബോക്സ് ടു ബോക്സ് ആണ് ഗൈസ്. പിന്നെ നമ്മുടെ സെൻറ്റർ ബാക്കായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാൽഡീനിനെയാണ് യൂസ് ആക്കുന്നത്. മാൽഡീനിനെ ഞാൻ സെൻറ്റർ ബാക്കായിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്തേക്കുന്നത്. ചങ്ങായി ലെഫ്റ്റ് ബാക്ക് ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. സെൻറ്റർ ബാക്കിലാണ് ഞാൻ എന്തായാലും ഇടുന്നത്. കന്നവാർക്ക് പകരമായിട്ടാണ് ഞാൻ ഇറക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ബാക്കാണ്. റൈറ്റ് ബാക്കിലേക്ക് ഞാൻ യൂസ് ആക്കുന്നത് നമ്മുടെ ജൂലിയസ് കൂണ്ടയുടെ ഈ ഒരു കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിടിലൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാർഡാണ്. കിടിലൻ കാർഡാണ്. ഈ അറ്റാക്കും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫൻസും കിട്ടുന്ന ഒരു പ്ലെയറാണ് കൂണ്ടെ. അപ്പോൾ ഇതാണ് ഗീസ് എൻ്റെ ഫോർമേഷനും പ്ലേയേഴ്സും ഒക്കെ ഇതാണ് ഗീസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.